ആയിട്ട് സിനിമയേക്കാൾ മുമ്പ് ഞാൻ ഷോർട്ട് ഫിലിമിലാണ് ആദ്യം വരുന്നത്. ഷോർട്ട് ഫിലിമിൽ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഓമനത്തെങ്കിൽ കിടാവു എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് കുഞ്ഞുമോൻ ദാഹ സംവിധാനം ചെയ്തത്. അപ്പോൾ അതിൽ ഒരു ആക്രിക്കാരൻ്റെ വേഷമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ വരുന്നത്. പക്ഷെ അതിനകത്ത് അന്നത്തെ കാലത്ത് അതൊരു വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പറയുന്ന ഷോർട്ട് ഫിലിമുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. മേക്കപ്പ് പോലും അങ്ങനെയാണ് അന്ന് ഈ ഷോർട്ട് ഫിലിമിൽ നമ്മുടെ സിനിമയോ സീരിയലോ അല്ല, ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കാൻ വരുന്നവരെല്ലാം ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര എന്താ പറയുക വെളുപ്പിച്ചൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ അതിൽ എൻ്റെ ക്യാരക്ടർ ഈ ആക്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ്, അതായത് മേക്കപ്പ് ഇല്ലാതെ തന്നെ അഭിനയിച്ചു എന്ന് വേണം പറയാം. പിന്നെ എനിക്ക് ഇത്തിരി കളർ കൂടുതലുണ്ട്, ഡള്ളാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഡള്ളാക്കി ആ ഒരു മുസ്ലിം ക്യാരക്ടർ ഇടത്തോട്ട് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് വേറെ ഒന്നുമില്ല, നമ്മുടെ കൊല്ലം GK പിള്ള എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പണ്ടത്തെ, നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുമെന്നറിയില്ല, സ്റ്റേജ് ആർട്ടിസ്റ്റ്. അപ്പൊ പുള്ളിയുടെ കൂടെയാണ് ഞാൻ എൻ്റെ കോമ്പിനേഷൻ. അപ്പൊ അത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇങ്ങനെ ഒരു റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നതും ചാക്കൊക്കെ ഉണ്ട്, പഴയ പേപ്പർ തകരം കുപ്പിപ്പാട്ടെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പൊ കുറേ ദിവസമായിട്ട് അവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പൊ അപ്പോഴത്തെ ആളുകളൊക്കെ ഇത് ഷൂട്ടിംഗ് എല്ലാം കാണുന്നുണ്ട്. എന്ത് സീൻ എടുത്ത് ഞാൻ ഫസ്റ്റ് ഷോട്ട് ഓക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് അവിടെ നിന്നിട്ട് ഒരാള്, അപ്പൊ എന്നെ അവർക്ക് അറിയില്ല, ഒരാളോട് പറയാ ഇത് ഒരു റിയാലിറ്റി ഉണ്ട്, ഇത്രയും ദിവസം നാടകമായിരുന്നു എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വളരെ നന്നായിട്ട് അഭിനയിച്ചത് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അഭിനയത്തിന്റെ കാര്യത്തിൽ. പിന്നെ സിനിമ